ഓം നമോ നാരായണായ. നാരായണീയം ദശകം 17. ധ്രുവചരിതം. മന്നനുത്താനപാദൻ മനോസുതൻ തന്നഭീഷ്ടയാം ഭാര്യ സുരുചിയായി. പിന്നെയുണ്ടൊരു പത്നി സുനീതി, ആ മന്നവനുള്ളിലിഷ്ടം കുറഞ്ഞവൾ. ഖിന്നയായി മറ്റൊരു ഗതിയന്യേ നിന്നെ മാത്രം ശരണമാക്കിയിടിനാൾ. അസുരുചി തൻ പുത്രനാമുത്തമൻ തൻ പിതാവിൻ മടിയിലിരിപ്പതായി കണ്ടുവേഗം സുനീതി സുതൻ ധ്രുവൻ ചെന്നു താനും കരേറാൻ തുടങ്ങവേ. കണ്ടുവന്നു സുരുചി അവൻ്റെ മേൽ വേണ്ടുവോളം ശകാരം പൊഴിച്ചുപോൽ. അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്കുള്ളിൽ തങ്ങുമല്ലോ വിടാതുള്ള സൂയയും. നിന്റെ മായയാൽ സ്ത്രീവശനായി പിതാവന്നനങ്ങാതെ നോക്കി നിൽക്കേ ധ്രുവൻ. ഏറെ ദുർവാക്കു കേട്ടു ചിത്തം തകർന്നെത്തിനാൻ കരഞ്ഞമ്മ തന്നന്തികം. കർമ്മബന്ധമൊഴിക്കാൻ ശരണമായി നിൻപദം തന്നെയോതി കുട്ടിക്കവൾ. പിഞ്ചുബാലനെന്നഞ്ചേ വയസ്സുള്ളൂ, എങ്കിലും അമ്മ തന്മൊഴി കേൾക്കവേ മാനിയാമവൻ നിന്നെ ഭജിക്കുവാൻ താനുറച്ചു നഗരത്തിൽ നിന്നുപോയി. കണ്ടുമുട്ടിയ നാരദൻ മാർഗവും മന്ത്രവും ഉപദേശിച്ചു പോകവേ ചെന്നണഞ്ഞു മധുവനത്തിനകം നിന്നെയോർത്തു തപസ്സു ചെയ്തിടിനാൻ. മന്നനേറ്റം വിഷണ്ണനായി വാഴവേ ചെന്നു നാരദനാശ്വസിപ്പിച്ചു പോയി. ചിത്തമങ്ങയിലർപ്പിച്ചു ബാലകൻ നിത്യമാം ക്രമവർദ്ധിതമാം വിധം. ദുഷ്കരമാം തപസ്സനുഷ്ഠിച്ചങ്ങു നിൽക്കവേ മാസമഞ്ചു കടന്നുപോയി. ഭീകരമാം തപസ്സിൻ്റെ ശക്തിയാൽ ലോകമൊക്കെയും വീർപ്പുമുട്ടിയിടവേ നാഗവാസികളർത്ഥിക്കയാൽ മനമാകവേ കരുണാർദ്രമായി ഭവാൻ. ചിന്മയനായ നിന്മനോജ്ഞാകൃതി തന്മനസ്സിലാവാഹിച്ചു നിശ്ചലം. നിന്നിലാകെ ലയിച്ച കുമാരൻ്റെ മുന്നിലെത്തി ഗരുഡാധിരൂഢനായി. മുന്നിൽ നിന്നുടൽ കാൺകയാലുണ്ടായൊരുന്നതാനന്ദമുള്ളിലലയ്ക്കവേ ചന്തമേറുമാരൂപാമൃതം തന്നിൽ നീന്തിടും പോലെ നോക്കുമാ ബാലകൻ. വാഴ്ത്തുവാൻ കൊതിക്കുന്ന പോൽ കണ്ടു നീ ആ തുടുത്ത കവിളിൽ തലോടിനാൻ. തൃക്കരത്തിലെ ശംഖിനാൽ പിന്നെ നിന്നുൾക്കളത്തിലെ വാത്സല്യധാരയാൽ. അപ്പോളേ ബോധമുള്ളിൽ തെളിഞ്ഞു കൈകൂപ്പി വാഴ്ത്തുമാ കുഞ്ഞിൻ മനോഗതം. കണ്ടറിഞ്ഞു നീയോതി നീണാൾ ധരാമണ്ഡലം കാത്തനുഭവിച്ചിട്ടു നീ ചെന്നു ചേരുക പിന്മടങ്ങേണ്ടതായി വന്നു ചേരാത്ത സർവോത്തരം പദം എന്നു ചൊല്ലി മറഞ്ഞു ഭവാൻ. നൃപനന്ദനാർക്കുമാനന്ദമേകുവോൻ പത്തനമെത്തി അച്ഛൻ വനത്തിനു യാത്രയാകവേ പട്ടാഭിഷിക്തനായി. നിന്നനുഗ്രഹം മൂലം ജനപ്രിയൻ പൂർണ്ണകാമനായി നാടുവാണു ചിരം. നല്ല സോദരനുത്തമൻ യക്ഷനാൽ കൊല്ലപ്പെട്ടതിൽ ക്രുദ്ധനായി ധ്രുവൻ. മല്ലടിച്ചിതു യക്ഷരോടാമനു ചൊല്ലവേ രണം വിട്ടു പിൻവാങ്ങിനാൻ.
തന്നിമിത്തം കുബേരൻ പ്രസന്നനായി വന്നനുഗ്രഹം നൽകിയപ്പോൾ ധ്രുവൻ നിന്നിലേറ്റ മുറപ്പാർന്ന ഭക്തിയെ തന്നെയാ മഹാൻ ചോദിച്ചു പോൽ വരം. ജീവിതാന്ത്യത്തിലാ നൃപൻ നിൻപദ സേവകർ കൊണ്ടുവന്ന വിമാനത്തിൽ ഭൂവിൽ നിന്നുയർന്ന ധ്രുവലോകത്തിൽ മേവിടുന്നു ജനനിയോടും മുതാ. ഈ വിധം ഭക്തരക്ഷയ്ക്കു വന്ദയ തൂവിടും ഗുരുവായൂരധീശ്വര. ഈ വിനീതൻ്റെ രോഗങ്ങളൊക്കെയും നീ വിലക്കിയൻ മാലകറ്റേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ.